കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ കണക്കാരി കാട്ടാത്തിയൽ വീടിൻ്റെ മുമ്പിലാണ്. അമൽ റോയി എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ മുന്നിലാണ്. അതായത് പിതാവ് പെയിൻറ്റിൻ്റെ കമ്പനി ജോലിയാണ്, അതേപോലെ മാതാവ് അക്ഷയ സെൻറ്റർ ജോലിയാണ്. ഇവർ ഒരു മകനെ, അവർ ഒരാണും ഒരു പെണ്ണുമാണ്. മകനെ പ്ലസ് ടുവിന് ശേഷം നേഴ്സിംഗ് പഠനത്തിനായിട്ട് ജർമ്മനിയിലേക്ക് അയച്ചു. മകൻ തന്നെ താല്പര്യപ്പെട്ട് എനിക്ക് ജർമ്മനിയിൽ പോകണം എന്ന് പറഞ്ഞ് ഒരു വർഷം ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് അവൻ ജർമ്മനിയിൽ പോകാനായിട്ട് തയ്യാറായി. അവൻ തന്നെ കോഴിക്കോട് പോയി. ഒരു അച്ഛൻ്റെ ഒരു പിതാവ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ജർമ്മനിയിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. ആ സ്ഥാപനത്തിൽ 3 ലക്ഷം രൂപ അവിടെ കൊടുക്കുകയും 1.5 ലക്ഷം രൂപ ടിക്കറ്റിനും മറ്റും ചിലവാക്കി ഈ പയ്യൻ ഇവിടെ പോവുകയും 8 മാസമായി. ആ 8 മാസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ 25,000 രൂപ എന്നും എല്ലാ മാസവും കൃത്യമായി അവൻ്റെ വീട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവന് കിട്ടുന്ന തുച്ഛമായ സ്റ്റൈഫൻഡിൽ നിന്നും അവൻ മിച്ചം പിടിച്ച് അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കാരണം അവൻ 4.5 ലക്ഷം രൂപയോളം കടമാക്കിയാണ് ആ പയ്യൻ പോയത്. അപ്പോൾ ഇവർ കടം വാങ്ങിച്ചുമൊക്കെ ആണ് ഈ പയ്യനെ ഇങ്ങനെ ജർമ്മനിക്ക് അയച്ചത്. ആ പയ്യൻ ഈ 8-ാം മാസം മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസമാണ്. മരണപ്പെട്ട് ആ ബോഡി നാട്ടിലെത്തിയ ദിവസമാണ്. വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അത്. സോണി, അതിനെക്കുറിച്ച് പറയുമ്പോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരമാണ് വീട്ടുകാർക്ക് കിട്ടുന്നത്. എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നൊന്നും ആരും കൃത്യമായിട്ടൊരു അറിവ് ഈ വീട്ടുകാർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. കൊണ്ടുപോയ ഏജൻസികളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ. ഇപ്പോൾ വെളിയിലുള്ള സുഹൃത്തുക്കൾ പോലും എന്താണ് അവിടെ നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇവരോട് പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും അപ്പനും അമ്മയും വളരെ ദുഃഖിതരായിട്ട് അവർ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പൈസ മുടക്കി ഈ പഠനത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട് വെളിയിലേക്ക് വിട്ടതാണ്. ഇങ്ങനെ ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് നാട്ടിലേക്ക് പോകുന്നവരാ ഏജൻസിയുടെ ഉത്തരവാദിത്വം ഒന്നും കാണേണ്ടതുണ്ട്. ഏജൻസി ഒരാളിനെ കൊണ്ടുപോയി അവിടെ അവനെ പഠിപ്പിക്കാൻ കയറ്റി, അതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം കഴിയരുത്. കാരണം അവർ കിട്ടുന്ന സർവീസിന് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു പിതാവ് നടത്തുന്ന സ്ഥാപനം എന്ന നിലയിലാണല്ലോ രക്ഷകർത്താക്കളെ വിശ്വസിച്ച് അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ആ പിതാവിൻ്റെ ഉത്തരവാദിത്വം വേണ്ടേ? ഈ കുട്ടി എങ്ങനെ മരണപ്പെട്ടു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ പിതാവിനില്ലേ? ആ പിതാവ് ആദ്യം വിളിച്ചു പറഞ്ഞു അവൻ മിസ്സിംഗ് ആണ് എന്ന് വിളിച്ചു പറഞ്ഞു. ആ മിസ്സിംഗ് ആണ്, അവനെ കാണുന്നില്ല എന്ന് 4 മണിക്ക് പറയുന്നു. 10 മണിയാകുമ്പോൾ പറയുന്നു അവൻ അമൽ റോയി പോയി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തിരിച്ച് വിളിച്ചിട്ട് ഫോൺ എടുക്കത്തില്ല. ഇവർക്കറിയത്തില്ല എങ്ങോട്ട് പോയി. ആകാശത്തേക്ക് പോയി, സ്വർഗത്തിലേക്ക് പോയി. ഇതൊക്കെയാണ് ഈ അമൽ റോയി പോയി എന്ന് പറയുകയാണ്. ഒരു രക്ഷകർത്താവിൻ്റെ ചെവിയിലേക്ക് വെക്കുന്ന ഫോണിനകത്ത് പറയുകയാണ് അമൽ റോയി പോയി എന്ന്. അതിനുശേഷം യാതൊരു മറുപടിയുമില്ല. അവർ വിളിച്ചാൽ എടുക്കുന്നില്ല ഫോൺ. അതുപോലെ തന്നെ ജർമ്മനിയിലെ ഫോൺ നമ്പരും അവർക്കില്ല. അവരവരുടെ കൂട്ടുകാരോടൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയാണ്, പക്ഷേ യാതൊരു മറുപടിയില്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും മലയാളിക്ക് എന്നും മലയാളി തന്നെയാണ്. ആ വീട്ടിലേക്ക് ഉച്ചയ്ക്കൊരു ദമ്പതികൾ കടന്നു ചെന്നു. രാവിലെ വിളിച്ചിട്ട് ഞാൻ നേരത്തെ വാർത്തയിൽ പറഞ്ഞാണ്, രാവിലെ വിളിച്ചിട്ട് ഫോൺ ചെയ്യുന്നു, അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ വേണം, അതുപോലെ തന്നെ എനിക്ക് ഒരു 3 പാൻറ്റ് വേണം, വേറെ എന്തൊക്കെയോ ആഹാര സാധനങ്ങളുടെ പേരും പറഞ്ഞു. ഇടിയിറച്ചി വേണം, ഇതൊക്കെ കൊടുത്തയക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇപ്പോൾ ഉടനെ കൊണ്ടുവന്നയക്കാന്ന് പറഞ്ഞു വേണ്ടമ്മേ, ഞാൻ അടുത്ത മാസം പൈസ അയക്കുമ്പം അമ്മ തന്നാൽ മതി, ഞാൻ അമ്മയ്ക്ക് അതിന് വേണ്ടി പ്രത്യേകം പൈസ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇരുന്ന മകൻ ഒരു 2 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ, എനിക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, എനിക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയാം. അപ്പോൾ ആ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞു കൊടുക്കാനായിട്ട് എല്ലാം കൊടുത്തു. അവൻ എഴുതിയെടുത്തതിന് ശേഷം ഈ എന്ത് ചെയ്യുന്നു, അവൻ ഫോൺ കട്ട് ചെയ്യാൻ നേരത്തെ അവൻ പറയുകയാണ് അമ്മേ, അവർ വന്നു തോന്നുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, ഞാൻ താഴെ പോവാണ്, വിളിച്ചുകൊണ്ട് വരാൻ പോവാണ്, അമ്മ ഫോൺ കട്ട് ചെയ്ത് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയാം. അത് കഴിഞ്ഞൊരു 3 മണിയായപ്പോൾ മകൻ വിളിച്ച് പറയുകയാണ് അമ്മ, എനിക്ക് ഒരു സമയം വളരെ മോശമാണെന്ന് തോന്നുന്നു അമ്മേ, എനിക്ക് ഭയങ്കര വിഷമമാണ് അമ്മ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോഴാണ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് ഫോൺ വരുന്നത്. അത് കഴിഞ്ഞ് 10 മണിക്കാണ് അമൽ റോയി പോയി എന്ന് പറയുന്നത്. ഒന്നോർത്ത് നോക്കണം, അമൽ റോയി അവൻ എത്ര സന്തോഷത്തോടെ ഇരുന്നു. ആ മലയാളി ദമ്പതികൾ അവിടെ വരുന്നു, അവർക്ക് ബിരിയാണി വെച്ച് കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാകുന്നു. 3 മണിക്ക് അവന് ഗ്രഹപ്പഴിയാണെന്ന് പറയുന്നു. അതാണ് അവസാനത്തെ ഫോൺ. അതോടുകൂടി ഇത് അവസാനിക്കുകയാണ്. ഒരു 22 വയസ്സേ ഉള്ളൂ പയ്യന്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി എത്രയോ കാലം ജീവിക്കാനുള്ള പയ്യനായിരുന്നു. ഇത്രയും പഠിച്ച് മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കും. എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് വിട്ടത്? ഇനി കുടുംബത്തിന് ആശ്രയമാകേണ്ട പയ്യൻ, കുടുംബത്തിന് ആശ്രയമാകേണ്ട പയ്യൻ. ഒരു മകനും ഒരു മോളുമാണ് ഈ കുടുംബത്തിന്, ഈ റോയിക്കും
ഈ അമലിൻ്റെ അമ്മയ്ക്കും ഉള്ളത്. ആകെപ്പാടെ ഒരു മോനും ഒരു മോളും. മോള് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു, ഹൈദരാബാദിലാണ് പഠിച്ചത്. എന്തായാലും ഇത് സത്യമായി ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് വിദേശത്തേക്ക് ജോലിക്കും മറ്റുമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് കൊണ്ടുപോയത് ആരോ ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു വൈദികനാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിലും ഇവരുടെ കാര്യങ്ങൾ അമൽ ദ്രോഹി നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം ഒരു വൈദികന് തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരിന്ന് ആരുടെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ ഉത്തരവില്ല അമൽ ദ്രോഹി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യം. ആത്മഹത്യയാണെന്നാണ് പറയുന്നതെങ്കിലും ഒരു ആത്മഹത്യക്കുറിപ്പില്ല, ഇതിനകത്തൊരു ദുരൂഹത ഉണ്ടെന്നുള്ള ആത്മഹത്യക്കുറിപ്പില്ല. ആരോടെങ്കിലും ഒരു ഫോൺ ചെയ്ത് സ്വന്തം അമ്മയോടെങ്കിലും ഒരു വാക്ക് പറയാതെ ഇവർ ഇത്രയും ഒരു പയ്യന് എന്തെങ്കിലും അന്യാധീനപ്പെട്ട് നടക്കുന്ന പയ്യനാണെങ്കിൽ ഒരിക്കലും 25,000 രൂപ എല്ലാ മാസവും അയച്ചു കൊടുക്കത്തില്ലല്ലോ. അവന് കിട്ടുന്ന സ്റ്റൈഫൻഡിൽ നിന്നും മിച്ചം വെച്ച് 25,000 രൂപ എല്ലാ മാസവും അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന പയ്യൻ അത്രമാത്രം കുടുംബത്തെ സ്നേഹിക്കുന്ന പയ്യനാണ്. ആ പയ്യൻ്റെ മരണമാണ്. ഈ പയ്യൻ്റെ മരണത്തിൽ ഏതായാലും ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല. വാസവനൊക്കെ എത്തുകയും മന്ത്രി വാസവന് സ്ഥലത്തെത്തുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യാമെന്ന് പറയുകയും ഏതാണ്ട് 35 ലക്ഷം, നമ്മളൊരു ബോഡി കൊണ്ടുവരണമെങ്കിൽ 10-30 ലക്ഷം രൂപ ചിലവാകുന്ന കേസാണ്. അത് മുഴുവൻ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇന്ന് അതെത്തി, അത് സംസ്കരിച്ചു. അപ്പോൾ ഞങ്ങൾ അതിന് 2 ദിവസം മുമ്പേ ഈ വീട്ടിൽ വന്നിരുന്നു. അന്ന് ഇവരോട് സംസാരിച്ചിരുന്നു, മാതാവിനോടും പിതാവിനോടും സംസാരിച്ചിരുന്നു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങൾ പുറത്തു വിടരുത്, എൻ്റെ കുട്ടിയുടെ ബോഡി നാട്ടിലൊന്ന് വന്നോട്ടെ, ചിലപ്പോൾ അവർ എന്തെങ്കിലും അവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ബോഡി തിരിച്ചയക്കാൻ അവർ തടസ്സം വല്ലതും നിന്നാലോ, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിപ്പോൾ ഇടരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉറപ്പായിട്ട് ഇടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം, അതല്ലേ ഇനി പറയാനുള്ളൂ. അമൽ റോയിയെ പറ്റി നമ്മൾ നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരു മോശമുള്ള പയ്യനല്ല. ഞാൻ അവിടുത്തെ എല്ലാവരോടും സംസാരിക്കാം. പള്ളിയിലൊക്കെ അൾത്താര ബാലനായിട്ടൊക്കെ നിന്ന് പ്രവർത്തിച്ച പയ്യനാണ്. പള്ളിയിലും ആരാധന അച്ഛന്മാരും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിക്കുന്ന ഒരു പയ്യനാണ്. മോശം കൂട്ടുകെട്ടോ ഒന്നും ആർക്കും പറയാനില്ല ഈ കുട്ടിയെപ്പറ്റി. നാട്ടുകാരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെയാണ് ഒരു കുട്ടിയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തതായിട്ടൊരു വിവരം വരുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ നിജസ്ഥിതി വെളിച്ചത്ത് വരേണ്ടത് ആവശ്യമാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും ഒക്കെ ഇതിനകത്ത് ഇടപെടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കുട്ടികൾ വിദേശത്ത് ജോലിക്കും പഠനത്തിനുമായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു മരണം കഴിഞ്ഞ എറണാകുളത്ത് വെച്ചോ തൃശ്ശൂർ വെച്ചോ ഉണ്ടായെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഇതുപോലെ ഈ ദിവസം തന്നെ 2 ബോഡിയാണ് ജർമ്മനിയിൽ നിന്ന് വന്നത്. 2 ആത്മഹത്യയായിരുന്നു. ഒരെണ്ണം വേറെ തൃശ്ശൂർ സൈഡിലേക്കുള്ള ഒരെണ്ണമാണ്, ഒരെണ്ണം ഇവിടേക്കാണ്, കോട്ടയം സൈഡിലേക്കാണ് വന്നത്. അത് തലയോലപ്പറമ്പ് അല്ലേ, അത് ഏറ്റുമാനൂർ. അപ്പോൾ നിജസ്ഥിതി എന്താണെന്ന് ഇത് ഒന്നും പറയുന്നില്ല. അതെ, ജോർജ് ഊരിനൊക്കെ അവിടെ എത്തി അവർ സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി അവർ അതിന് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാനായിരിക്കാം. കാരണം അവർക്ക് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഏതായാലും റീപോസ്റ്റ്മോർട്ടം വേണം. ഞങ്ങൾ പറഞ്ഞു റീപോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാകുന്നുണ്ടോ ചേട്ടാ, എന്തിനാ ഇനിയും അത് വെട്ടിക്കീറാം, ഇനിയും വിട്ടുകൊടുക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ അതിന് സമ്മതിച്ചില്ല. സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഏറ്റുമാനൂർ സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ നിജസ്ഥിതി അറിയണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ സത്യം പുറത്തു വരേണ്ടതാണ്. ഇതിലെന്തോ ദുരൂഹതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ള പൊതുസമൂഹത്തിലെ ഇപ്പം ജർമ്മനിയിലേക്കും അതുപോലെ ഇറ്റലിയിലേക്കും ഒക്കെ പോകുന്ന UK-ലേക്കൊക്കെ പോകുന്ന ഒരു വരും തലമുറയ്ക്ക് അല്ലെ പുതിയ കുട്ടികൾക്കൊക്കെ ഇതൊരു ഒരു പാഠമാകട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ഒപ്പം തന്നെ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് വിടുമ്പോൾ ഏജൻസികളെ കൃത്യമായിട്ട് വിലയിരുത്തി വിടുവാനായിട്ട് ശ്രദ്ധിക്കണമെന്നും കൂടെ അപേക്ഷിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.